ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ആരാധനകളിൽ നാലാമത്തേതും അവസാനത്തേതുമായ രോഹിണി ആരാധന നടന്നു. രോഹിണി ആരാധനാ നാളിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലിയും നടന്നു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി നടന്നത്. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനായ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. പുഷ്പാഞ്ജലിക്ക് സമയമായപ്പോൾ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നായ്ക്കൻ സ്ഥാനികൻ മുഖമണ്ഡപത്തിലെത്തി. അപ്പോൾ ഉഷക്കാമ്പ്രം കൈപിടിച്ച് മണിത്തറയിൽ കയറ്റിയിരുത്തി. മണിത്തറയിൽ പനയൂരും താഴെ പാലക്കുന്നം നമ്പൂതിരിയും കുറുമാത്തൂരിന് പരികർമ്മികളായി. പ്രിയപത്നി സതീദേവിയുടെ ദേഹവിയോഗത്തിൽ കോപിഷ്ഠനായ പരമശിവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് കോപം തണുപ്പിച്ചു എന്നാണ് ഈ ചടങ്ങിന്റെ ഐതിഹ്യം. പറയപ്പെടുന്നൊരു കഥ, ദക്ഷയാഗം കഴിഞ്ഞിട്ട് ഉഗ്രരൂപി കോപം ശമിക്കാത്ത ഭഗവാനെ ശമിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണു ആലിംഗനം ചെയ്തു എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. പൊതുവെ പറഞ്ഞു വരുന്നൊരു കഥ അങ്ങനെയാണ്. 3 വർഷത്തിന് ശേഷമാണ് വൈശാഖ മഹോത്സവത്തിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത്. പഴശ്ശി കോവിലകത്ത് നിന്നുമാണ് ആരാധനയ്ക്കാവശ്യമായ പൂജാദ്രവ്യങ്ങൾ എത്തിച്ചത്. വൈശാഖ മഹോത്സവത്തിലെ ആരാധനാ പൂജകൾ കഴിഞ്ഞതോടെ ഇനി ചതുശത നാളുകളാണ്. ജനം, കൊട്ടിയൂർ.